നമസ്കാരം. വിഘ്നേശ്വര ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ഞാൻ രാജേഷ് കുമാർ. ഇന്നിവിടെ പറയാൻ പോകുന്നത് മകം നക്ഷത്രത്തെക്കുറിച്ചാണ്. ഈ 2025 ഈ നാളുകാർക്ക് ഒരു സമ്മിശ്ര ഫലമായിട്ടാണ് കാണപ്പെടുന്നത്. എങ്കിലും പ്രവർത്തന മണ്ഡലങ്ങളിലെല്ലാം നല്ല രീതിയിൽ പുരോഗതിയുണ്ട്. ധനലാഭവും ഇവർ തൊടുന്നിടത്ത് എല്ലാം തന്നെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടതും ആയിട്ടുള്ള കാര്യങ്ങളിലെല്ലാം നല്ല രീതിയിൽ നല്ലൊരു സമയമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ഈ അഷ്ടമത്തിലെ ശനിയുടെ ശല്യം മൂലം ചെറിയ രീതിയിൽ ചെറിയ ഉത്കണ്ഠയൊക്കെ കാണപ്പെടുന്നുണ്ട്. എന്നാൽ ഭാഗ്യാധിപനായ സൂര്യൻ കർമ്മരംഗത്ത് നിപുണയോഗം ചെയ്തു നിൽക്കുന്നതിനാൽ സർവ്വദോഷങ്ങൾക്കും പരിഹാരം കാണാനെല്ലാം കഴിയുന്നതാണ്. എന്നാൽ ദൃഷ്ടിപഥത്തിലുള്ളതെല്ലാം ശനിയാണെന്നുള്ള മിഥ്യാധാരണ ഒഴിവാക്കുക. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ക്ഷേത്ര ദർശനവും ദേവീക്ഷേത്ര ദർശനം നടത്തുക. അപ്പോൾ നമ്മൾ ദേവീക്ഷേത്ര ദർശനമൊക്കെ നമ്മൾ നടത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുവിധമുള്ള സമയദോഷങ്ങളും കാര്യങ്ങളെല്ലാം നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ അതേ കണക്ക് തന്നെ ആരോഗ്യ കാര്യങ്ങളിലൊക്കെ ഇച്ചിരി കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധ ചെലുത്തണം. അനാവശ്യമായിട്ടുള്ള ചിന്തകളൊക്കെ ഒഴിവാക്കുന്നത് നല്ലതാണ്. കാരണം ആവശ്യമില്ലാതെ ചിന്തിച്ച് നമ്മൾ മനസ്സിനെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ആ സ്വഭാവങ്ങളൊക്കെ ഒന്ന് മാറ്റുക. പിന്നെ എന്ത് കാര്യങ്ങൾ തീരുമാനിക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഉറ്റ സുഹൃത്തോ അല്ലെങ്കിൽ ഭാര്യയോടൊത്തൊക്കെയോ ചേർന്നത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഓരോ ഉപദേശങ്ങളൊക്കെ സ്വീകരിച്ചു പോകുന്നത് കൊണ്ട് അത് വളരെ നല്ലതാണ്. അത് ബിസിനസ്സിൻ്റെ കാര്യമാണെങ്കിലും അതല്ല ജോലിയുടെ ഏത് കാര്യമാണെങ്കിലും ഒരു ചെറിയ ഉപദേശം കിട്ടുന്നത് നല്ലതാണ്. മകനക്ഷത്രക്കാർ എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ ഉപദേശമൊക്കെ സ്വീകരിക്കുന്നവരാണ്. അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ ഇവർ മറ്റുള്ളവരെയൊക്കെ നല്ല രീതിയിൽ സഹായിക്കുന്നവരാണ്. ആ സഹായം തിരിച്ചിവർക്ക് ഒന്നും തന്നെ കിട്ടത്തുമില്ല. ഇവർ അളന്നും തൂക്കി മാത്രമേ ഈ നാളുകാർ എന്ത് ചെയ്യത്തുള്ളൂ, മറ്റുള്ളവരുടെ സംസാരിക്കത്ത് വരെ ഉള്ളൂ. അപ്പോൾ ഇവരിഷ്ടപ്പെടുന്നവരെ ഇവർ സഹായിക്കാൻ സന്നദ്ധത കാണിക്കും. അപ്പോൾ തിരിച്ചാണെങ്കിലോ ആ സന്നദ്ധ തിരിച്ച് കിട്ടത്തുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ വീട്ടിലുള്ളവരോടെയോ അങ്ങനെയുള്ള നമുക്കുള്ള ഗുരുക്കന്മാരോടെയൊക്കെ ഉപദേശത്തിൽ കൂടെ പോയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു നക്ഷത്രം തന്നെയാണ് ഈ മകൻ നക്ഷത്രം. പിന്നെ അതേ കണക്ക് തന്നെ ഈ 2025 വീട് പണിയുവാൻ താല്പര്യമുള്ളവർക്കെല്ലാം വീടിനൊക്കെയുള്ള യോഗം കാണപ്പെടുന്നുണ്ട്. വീട് മോടി പിടിപ്പിക്കുവാനും അതല്ല പുതിയ വീട് വയ്ക്കാനാണെങ്കിലും അതല്ല ഭൂമി സംബന്ധമായിട്ട് ഭൂമി മേടിക്കുവാനാണെങ്കിലും ഒക്കെയുള്ള യോഗങ്ങളെല്ലാം കാണപ്പെടുന്നുണ്ട്. വ്യാപാര രംഗത്ത് കാലം വളരെ അനുകൂലമായിട്ടാണ് കാണപ്പെടുന്നത്. ഈശ്വരാനുഗ്രഹം കൂടുതലുള്ളതിനാൽ നിങ്ങൾക്ക് എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യാൻ പറ്റുന്നതാണ്. എന്തെങ്കിലുമൊക്കെ മനസ്സിലുണ്ടാകാവുന്ന ടെൻഷനുകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിൽ തന്നെ തോന്നി അല്ലെങ്കിൽ ഇന്ന ക്ഷേത്രത്തിൽ പോകണം എന്നുള്ള കാര്യം നിങ്ങളുടെ മനസ്സിൽ തന്നെ തോന്നി അതെല്ലാം ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കൂടുതലായിട്ട് ഈ പറയുന്ന സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നും വരാറില്ല. എങ്കിലും വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ദേവീക്ഷേത്ര ദർശനം നടത്തുക. അപ്പോഴതെല്ലാം തന്നെ അങ്ങ് മാറിക്കിട്ടുന്നതാണ്. പിന്നെ പുതിയ സംരംഭങ്ങൾ ഏറ്റെടുത്ത് നടത്താനുള്ള ഇടയൊക്കെ കാണപ്പെടുന്നുണ്ട്. പിന്നെ വിദ്യാഭ്യാസ രംഗത്ത് അനുകൂലമായ മാറ്റങ്ങളെല്ലാം കാണുന്നുണ്ട്. കുടുംബത്തിൽ നല്ല രീതിയിൽ ഭാഗ്യം കാണപ്പെടുന്നുണ്ട്. മംഗളകർമ്മം നടക്കുവാനുള്ള ഭാഗ്യങ്ങളുണ്ട്. പിന്നെ അത് കണക്ക് ചതുർഗ്രഹ യോഗമുള്ളതിനാൽ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി കൂടുതൽ ശ്രദ്ധ ചെലുത്തും. അത് തീർച്ചയായിട്ടും അതിൽ നിങ്ങൾക്കുള്ള കുട്ടിക്ക് തീർച്ചയായിട്ടും നല്ല രീതിയിൽ പഠിക്കുവാനും സാധിക്കുന്നതാണ്. ആ ടെൻഷനൊക്കെ മാറിക്കോളും. പിന്നെ സ്ത്രീകൾ മൂലം മാനസികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുവാൻ ഇടയുണ്ട്. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ലക്ഷ്യബോധത്തോടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമെങ്കിലും അത് വിജയത്തിലെത്താൻ ചെറിയ രീതിയിൽ ഒന്ന് പ്രയാസപ്പെടേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾ ദേവീക്ഷേത്രത്തിൽ പോകുക. മനസ്സിനെ അലട്ടുന്ന പ്രശ്നങ്ങൾക്ക് നിങ്ങൾ പരിഹാരം കാണുകയും അതിലുപരി നിങ്ങൾ എന്ത് ചെയ്യുക, ഈ കേസരി യോഗം കൂടെ ഉള്ളതിനാൽ അതിന് പറഞ്ഞ കണക്ക് നല്ല നേട്ടങ്ങൾ കാണപ്പെടുന്നുണ്ട്. മാതൃസഹായം കിട്ടും. പിന്നെ അത് കണക്ക് തന്നെ ശത്രുദോഷങ്ങളെല്ലാം കുറയും. നിങ്ങളുണ്ടാകുന്ന ഉറ്റ സുഹൃത്തുക്കളുടെയൊക്കെ നല്ല രീതിയിൽ സഹായങ്ങളൊക്കെ ലഭിക്കുവാനിടയുണ്ട്. പിന്നെ മുൻകോപം മൂലം മറ്റുള്ളവരുടെ അതൃപ്തിക്കൊക്കെ ചിലപ്പോൾ ഇടയാകേണ്ടി വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് മുൻകോപങ്ങളൊന്ന് കുറച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ലതാണ്.
അതുകൊണ്ട് നിങ്ങൾ ഏതൊരു തീരുമാനം ഏതെടുത്താലും വളരെയധികം ആലോചിച്ചതിന് ശേഷം മാത്രമേ ആ തീരുമാനമെടുക്കാവൂ. അത് കണക്ക് തന്നെ ബന്ധുജനങ്ങളുമായിട്ടൊന്നും ഒരു ശത്രുതയോടെയോ അല്ലെങ്കിൽ അവർക്ക് നീരസമായിട്ടൊന്നും നമ്മൾ പെരുമാറാതിരിക്കുക. നീതിപൂർവമുള്ള സമീപനത്തിൽ സർവ്വകാര്യ വിജയമാണ് നിങ്ങൾ നേടുന്നത്. അത് കണക്ക് മേലുദ്യോഗസ്ഥരുടെ അപ്രീതിക്കിടയുണ്ട്. സഹോദരങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രയത്നിക്കുമെങ്കിലും അവരുടേതായ പെരുമാറ്റം തിരിച്ച് അത് മോശമായിരിക്കും. എങ്കിലും അതിൽ കുഴപ്പമില്ല, നിങ്ങൾ എല്ലാവരോടും തുറന്ന് പറയുന്ന ഒരു ശീലം നിങ്ങൾക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരെയും നല്ല വഴി കൊണ്ടുപോകണം, ജീവിക്കണമെങ്കിൽ ജീവിക്കട്ടെ നല്ല രീതിയിൽ എന്നുള്ള ഒരു ഉപദേശത്തിൽ കൂടെ തന്നെയാണ് നിങ്ങളുടെ സഹോദരനാണെങ്കിലും സഹോദരിയാണെങ്കിലും ഏതൊരു കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നത്. പിന്നെ അതേ കണക്ക് പുണ്യകർമ്മങ്ങൾ ചെയ്തും പുണ്യസ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുവാനുള്ള ഇടയൊക്കെ ഉണ്ട്. അതേ കണക്ക് തന്നെ നിങ്ങൾക്ക് ഇതിൽ പറയാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് വളരെയധികം ഇപ്പം ഈ പറഞ്ഞിരിക്കുന്ന രീതിയിൽ മാതാപിതാക്കളുടെ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, മാതാപിതാക്കളുടെയൊക്കെതായിട്ടുള്ള ചെറിയ ഒരു സമയം, അതായത് രോഗങ്ങളുടേതായിട്ടുള്ള ചില രീതിയിൽ ഉണ്ടാകാവുന്ന ഒരു സമയം വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതിനൊക്കെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ പറയുന്ന കണക്ക് ഞാനീ പറഞ്ഞ ദേവീക്ഷേത്രങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ അപ്പോൾ മാതാവിനും പിതാവിനും ഒന്നും യാതൊരു പറയുന്ന രോഗാഷ്ട കാര്യങ്ങളൊന്നും വരത്തില്ല. പിന്നെ എന്ത് പറഞ്ഞാലും ജോലിയിൽ നല്ല ഉയർച്ച കാണുന്നുണ്ട്. ഇപ്പോൾ പ്രൊമോഷൻ കിട്ടാനിരിക്കുള്ളവർക്ക് പെട്ടെന്ന് പ്രൊമോഷൻ കിട്ടുകയും, പിന്നെ അതേ കണക്ക് തന്നെ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ചെറിയ രീതിയിൽ ഒരു എന്തെങ്കിലും സംസാരത്തിൽ ഒരു ചേർച്ച ഇല്ലായ്മയൊക്കെ ഉണ്ടാകും. അതൊക്കെ ഒന്ന് സഹകരിച്ച് ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ അതേ കണക്ക് ഷെയർ ചെയ്ത് ഒന്ന് ഇത് ചെയ്യുമ്പോഴത്തേക്കുണ്ട് തീർച്ചയായിട്ടും അതിനെല്ലാം മാറ്റങ്ങളൊക്കെ വരുന്നതാണ്. പിന്നെ അതേ കണക്ക് തന്നെ പറയേണ്ടതുള്ള അതീവ ജാഗ്രതയോട് കൂടി മാത്രം പ്രവർത്തിക്കേണ്ടുന്നതായിട്ടുള്ള ഒരു സമയം കൂടിയാണ്. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയുവാനുള്ളത്. പിന്നെ ഇതിനകത്ത് എപ്പോഴും പറയാവുന്ന ഒരു കാര്യമാണ്, ഈ പറയുന്ന സർവ്വ ദോഷഫലങ്ങളും അത് മാറിക്കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദേവീപ്രീതി കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ പറയുന്ന സർവ്വദോഷഫലങ്ങളും മാറത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ആഴ്ചയിലെങ്കിലും ഒരു വെള്ളിയാഴ്ചയെങ്കിലും തിരഞ്ഞെടുത്ത് തീർച്ചയായിട്ടും നിങ്ങൾ ദേവീക്ഷേത്ര ദർശനം നടത്തുക. അവിടെ പോയി മനസ്സിരുത്തി നല്ല രീതിയിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആയുരാരോഗ്യവും സമ്പത്തും സമൃദ്ധിയും എല്ലാം ഉണ്ടാവട്ടെ. നന്ദി, നമസ്കാരം.